ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ റിയൽമി ഈ അടുത്തിടെ പുറത്തിറക്കിയിട്ടുള്ള റിയൽമി ബഡ്സ് എയർ 6 എന്ന് പറയുന്ന ഒരു കിടിലനായിട്ടുള്ള ഒരു ഇയർബഡ്സ് ആണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്. കുറച്ച് ദിവസമായിട്ട് ഞാൻ ഈ ഒരു ഇയർബഡ്സ് യൂസ് ചെയ്തതിന് ശേഷം എൻ്റെ ഒരു പേഴ്സണൽ യൂസർ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇയർബഡ്സ് ആപ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്ന് കംപ്ലീറ്റ് ആയിട്ടൊരു ഐഡിയ കിട്ടിയതാണ്. സോ അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഒട്ടും സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഇതേപോലെ ഒരു ബോക്സിലാണ് നമ്മുടെ റിയൽമി ബഡ്സ് എയർ 6 ഇയർബഡ്സ് വന്നിട്ടുള്ളത്. സാധാരണ എല്ലാ ബോക്സിലും ഉള്ള പോലെ തന്നെ ഒരു യൂസർ മാനുവല്, ചാർജിങ് കേബിൾ, 2 പെയർ ഇയർ ടിപ്സ്, പിന്നീട് നമ്മുടെ ഇയർബഡ്സ് ചാർജിങ് കേസും വരുന്നുണ്ട്. നമ്മുടെ ഇയർബഡ്സിന്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെബിൾ ഷേപ്ഡ് ആയിട്ടുള്ള ഡിസൈനാണ് വന്നിട്ടുള്ളത്. റോയൽ വയലറ്റ് കളറാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം സൈസും വെയിറ്റും ഉള്ള ഇയർബഡ്സ് കേസ് ആണ്. വലിയ രീതിയിൽ കോമ്പാക്റ്റ് ആണെന്ന് വിചാരിച്ചെടുക്കരുത്, വെയിറ്റ്ലെസ് ആണെന്ന് വിചാരിച്ചെടുക്കരുത്. അത്യാവശ്യം കൈ പിടിക്കുന്ന സമയത്ത് നമുക്ക് വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കോമ്പാക്റ്റ് ആയിട്ടുള്ള സൈസിലല്ല ഇയർബഡ്സിന്റെ കേസ് വന്നിട്ടുള്ളത്. ഇയർബഡ്സിന്റെ കേസിലേക്ക് നോക്കുന്ന സമയത്ത് മാറ്റ് ഫിനിഷിങ്ങിലാണ് ഇയർബഡ്സിന്റെ കേസ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് മെറ്റീരിയൽ തന്നെയാണ് ഇയർബഡ്സിന്റെ കേസിൽ അവർ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നീട് റിയൽമിയുടെ ബ്രാൻഡിങ് മുകളിലായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. തൊട്ട് താഴെയായിട്ട് LED ഇൻഡിക്കേറ്ററും, കേസിന്റെ താഴേക്ക് വരുന്ന സമയത്ത് ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും, അതേപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ റീസെറ്റ് ബട്ടൺ ഇവിടെ കൊടുത്തേക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. പിന്നീട് നമ്മുടെ ഇയർബഡ്സിലേക്ക് വരുന്ന സമയത്ത് സ്റ്റെം ഷേപ്ഡ് ആയിട്ട് വെയിറ്റ്ലെസ് ആയിട്ടാണ് ഇയർബഡ്സ് വന്നിട്ടുള്ളത്. കേസ് ഇച്ചിരി വെയിറ്റ് ഉണ്ടെങ്കിലും ഇയർബഡ്സ് നമുക്ക് ചെവി വെക്കുന്ന സമയത്ത് വലിയ വെയിറ്റ് ഫീൽ ചെയ്യുന്നില്ല. ഇയർബഡ്സ് മാറ്റ് ആൻഡ് ഗ്ലോസി ഫിനിഷിങ്ങിലാണ് വന്നിട്ടുള്ളത്. ഇയർബഡ്സ് നല്ല രീതിയിൽ ഫിക്സ് ആയിട്ട് ചെവിയിലിരിക്കുന്ന ഡിസൈനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ചെവിയിൽ ഊരി പോകുന്ന പ്രശ്നങ്ങളൊന്നും ലോങ് ടൈമിലേക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഫേസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ഇയർബഡ്സിൻ്റെ ബിൽഡ് ക്വാളിറ്റി ആൻഡ് ഡിസൈൻ വൈസ് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇനിയും ബ്ലൂടൂത്ത് വേർഷൻ 5.3 ആണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ 10 മീറ്റർ വയർലെസ് റേഞ്ച് ഈ ഒരു ഇയർബഡ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലോങ് ടൈമിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ബ്ലൂടൂത്ത് കട്ട് ഓഫ് ആയി പോകുന്ന പ്രശ്നമോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള കണക്ടിവിറ്റി ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഡിവൈസസുകളുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഈ ഒരു ഇയർബഡ്സ് സാധിക്കുന്നുണ്ട്. ഇനി നിങ്ങളെല്ലാവരും നോക്കിയിരിക്കുന്നത് ഈ ഒരു ഇയർബഡ്സിൻ്റെ സൗണ്ട് പെർഫോമൻസിനെ കുറിച്ചിട്ടായിരിക്കും. 12.4 mm ഡ്രൈവേഴ്സ് ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള വോക്കൽ ക്വാളിറ്റി നിങ്ങൾക്ക് അതിലൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സൗണ്ട് എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു ഇയർബഡ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കുക. നല്ല രീതിയിലുള്ള ബേസും അതേ രീതിയിലുള്ള വോക്കൽ ക്ലാരിറ്റിയും പിന്നീട് ക്ലിയർ ആയിട്ടുള്ള മിഡും ഹൈയും എല്ലാം നിങ്ങൾക്ക് ഈ ഒരു ഇയർബഡ്സിലൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. 50 dB ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഫീച്ചർ ഇതിനകത്ത് വരുന്നുണ്ട്. ഈ ANC തന്നെ നമുക്ക് 3 മോഡ്സുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാക്സ്, മോഡറേറ്റ്, മൈൽഡ് എന്ന് പറഞ്ഞ് 3 മോഡ്. സോ ഇതിനകത്ത് എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയത് മാക്സ് ആണ്. അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള വോളിയം ഈ ഒരു ഇയർബഡ്സിനുണ്ട്. 100% ഒക്കെ വെച്ച് നമ്മൾ മ്യൂസിക് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചെവി അടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. 70% വോളിയം ആണ് ഇതിനകത്ത് ബെറ്റർ ആയിട്ട് സ്വീറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. സോ സൗണ്ട് എക്സ്പീരിയൻസിൽ ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്താത്ത ഒരു ഇയർബഡ്സ് ആണിത്. പിന്നീട് ഗെയിമിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ ഒരിക്കലും ഗെയിമിങ്ങിന് വേണ്ടി ഇയർബഡ്സുകളൊന്നും റെക്കമെൻഡ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു പോർഷൻ സ്കിപ്പ് ചെയ്യുകയാണ്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടത് ഈ ഒരു ഇയർബഡ്സിന്റെ കോൾ ക്വാളിറ്റി ആയിരിക്കും. കോളിംഗ് സമയത്ത് നോയ്സ് ക്യാൻസലേഷൻ ഫീച്ചർ പക്കാ ശോകമാണ്. അതായത് നിങ്ങൾക്ക് കോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അത്യാവശ്യം നല്ല ബാക്ക്ഗ്രൗണ്ട് നോയ്സിലോടത്താണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതേ രീതിയിൽ ആ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ക്യാപ്ചർ ചെയ്തിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട്. അപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ഫീച്ചർ അവിടെ ശോകമാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ വോയിസ് ചെറിയ രീതിയിൽ മൈന്യൂട്ടായിട്ടൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് കൊണ്ടു ചെല്ലുന്നത്. സോ അതും എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല. ഒരു എബോവ് ആവറേജ് ഫീച്ചർ നിങ്ങൾക്ക് കിട്ടും. അത് കോളിങ്ങിന് വേണ്ടി മാത്രമായിട്ട് ഒരു ഇയർബഡ്സ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും റിയൽമി ബഡ്സ് എയർ 6 എന്ന് പറയുന്ന ഇയർബഡ്സ് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. ബട്ട് നിങ്ങൾക്ക് ഇതിനകത്തൂടെ കോൾ ചെയ്യാം. അത്യാവശ്യം എബോവ് ആവറേജ് ആയിട്ടുള്ള കോളിംഗ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും. ഇത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്, എല്ലാവർക്കും അങ്ങനെ ആണോന്നില്ല. ബട്ട് എനിക്ക് തോന്നിയ കാര്യം ഞാൻ നിങ്ങളോട് അതേപടി പറയുകയാണ്. പിന്നീട് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ANC ഓൺ ആക്കിയതിന് ശേഷം ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 6 മണിക്കൂർ സിംഗിൾ പ്ലേ ടൈം ഇത് തരുന്നുണ്ട്. ടോട്ടലി ഈ ഒരു കേസിൻ്റെ ചാർജ് കൂടെ ഉൾപ്പെടെ നോക്കി നമ്മൾ പലവട്ടം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 36 മണിക്കൂറിൻ്റെ പ്ലേ ടൈം ഈ ഒരു ഇയർബഡ്സ് കണ്ണും പൂട്ടി തരും. അതിനൊരു തരത്തിലുള്ള സംശയമില്ല. പിന്നീട് ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3299 രൂപയാണ് ഇതിൻ്റെ നോർമൽ പ്രൈസ് എന്ന് പറയുന്നത്. ഓഫറിലൊക്കെ ഒരു 3000 രൂപയ്ക്കൊക്കെ തന്നെ നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നതാണ്. 3299 രൂപയ്ക്ക് ഈ ഒരു ഇയർബഡ്സ് വേർത്ത് ആണെന്ന് വെച്ചാൽ വേർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ബട്ട് ഇത് മാത്രമാണ് ബെറ്റർ ഓപ്ഷൻ എന്ന് ഞാൻ പറയത്തില്ല. മറ്റ് ഇയർബഡ്സുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിലും ഫീച്ചേഴ്സ് നൽകുന്ന അല്ലെങ്കിൽ ഇതിലും മറ്റ് ക്വാളിറ്റീസ് ഒക്കെ നൽകുന്ന ഇയർബഡ്സുകളുണ്ട്. ഈ ഒരു വീഡിയോയുടെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഒരു ഇയർബഡ്സ് പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഇത് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. റിയൽമി ബഡ്സ് എയർ 6 എന്ന് പറയുന്ന ഈ ഒരു ഇയർബഡ്സ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ആപ്റ്റ് ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതേപോലെ ജെന്യുവൻ ആയിട്ടുള്ള റിവ്യൂസിന് വേണ്ടി നമ്മുടെ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ സൈനിങ് ഔട്ട്, സിജിൻ ദേവസ്യ.